ഹായ് ഷെയ്മാഷാണ്. അപ്പോൾ ഇന്ന് മാഷി വന്നത് കോണുകൾ ചേരുമ്പോൾ ജോയിനിങ് ആംഗിൾസ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പാർട്ട് എന്നുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമായിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ലീനിയർ പെയർ, എന്താണ് രേഖീയ ജോഡി എന്ന് പഠിച്ചു അല്ലേ. ഈ വീഡിയോ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്. എന്താന്ന് വെച്ചാൽ ഇവിടെ നോക്കിക്കേ, എന്തിന്റെ ചിത്രമാണ് ഇവിടെ ഉള്ളത്? ആ ഒരു നേരെയുള്ള വര, ഈ വെള്ള വര നോക്കിക്കേ, ഒരു നേരെയുള്ള ഒരു വരയാണ് അല്ലേ. ഇങ്ങനെ വളഞ്ഞല്ല പോകുന്നത്, ഒരു നേരെ പോകുന്ന വരയാണ് അല്ലേ. അതിനുള്ളിലൂടെ എന്ത് സംഭവിച്ചു? മറ്റൊരു നേരുള്ളൊരു വര കടന്നുപോയി അല്ലേ. ഈ മഞ്ഞ വര കടന്നുപോയി. ഒരു നേരുള്ള വരൻ്റെ ഉള്ളിൽ കൂടെ മറ്റൊരു നേരുള്ള വര കടന്നു പോയപ്പോൾ നമുക്കറിയാം ഇവിടെ എത്ര ആംഗിളുകൾ ഉണ്ടായി. ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി. ഈ 4 ആംഗിളുകളും നമ്മൾ കണ്ടെത്തണം. അതിൽ ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്, ബാക്കിയുള്ള ആംഗിളുകളൊക്കെ നമ്മൾ കണ്ടെത്തണം. ഒരു കാര്യം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ലീനിയർ പെയർ, രേഖീയ ജോഡി. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടെത്താം. അല്ലെങ്കിൽ മറ്റൊരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയോ? ഇത് നേരെയുള്ള വരയുടെ ആകെ ആംഗിള് 180 ഡിഗ്രിയാണ് നമുക്കറിയാം. അത് മുകളിലോട്ടാണെങ്കിലും താഴോട്ടാണെങ്കിലും ഒരു നേരെയുള്ള വരയുടെ ആകെ ആംഗിള് 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പൊ ആകെ ആംഗിള് 180 ഡിഗ്രിയാണ് നമുക്കറിയാം. അതിൽ തന്നെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആംഗിൾ 110 ഡിഗ്രി ആണെങ്കിൽ അങ്ങനെ ബാക്കിയുള്ള ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ആകെ 180 ഡിഗ്രിയാണ്. അതിൽ ഇത് മുതൽ ഇതുവരെ തന്നെ 110 ഡിഗ്രിയാണ്. അങ്ങനെ ബാക്കിയുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 180 നിന്ന് 110 പോയാൽ ബാക്കി എത്രയാണ്? 180 നിന്ന് 110 കുറച്ചാൽ ബാക്കി എത്ര കിട്ടുക? 70 എന്ന് കിട്ടും. ഇപ്പൊ ഇവിടെയുള്ള ആംഗിൾ എന്താ വരിക? ഇത് ഇവിടെ മാത്രമുള്ള ആംഗിൾ വരിക 70 ഡിഗ്രിയാണ്. 70 ഡിഗ്രിയാണ്. ശരിയല്ലേ? കാരണം എന്താ, 110ഉം 70ഉം കൂട്ടിയാലാണ് 180 ആവുക. ഒരു നേരെയുള്ള വരയുടെ ആകെ ആംഗിള് 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ആംഗിളുകളും കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്താം? ഇതേ വഴിയിൽ തന്നെ നോക്കിക്കോ. നേരെയുള്ള വര അല്ലേ, ഈ മഞ്ഞ വര നോക്കിക്കോ, ഒരു നേരെയുള്ള വരയാണ്. ചെരിച്ചു വെച്ചെന്നുള്ളൂ. നേരെയുള്ള വരയാണ്. നേരെയുള്ള വരയുടെ ആകെ ആംഗിള് 180 ഡിഗ്രിയാണ്. അതിൽ ഇത് മുതൽ ഇതുവരെ തന്നെ 110 ഡിഗ്രിയാണ്. അങ്ങനെ ബാക്കി എന്തായിരിക്കും? 180 നിന്ന് 110 പോയാൽ ബാക്കി എന്ത് കൂടെ വേണം? 180 ആവാൻ 70 കൂടെ വേണം. 110ന്റെ കൂടെ 70 കൂട്ടിയാലാണ് 180 ഡിഗ്രി ആവുക. അപ്പൊ നേരെയുള്ള വര ആകെ 180 ഡിഗ്രിയാണെന്ന് ഓർത്ത് വെക്കുക. ഇനി അതുപോലെ തന്നെ ഇവിടെയുള്ള ആംഗിളും ആ രീതിയിൽ കണ്ടെത്തുക. നേരെയുള്ള വര ആകെ 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മുതൽ ഇതുവരെ 70 ആണെങ്കിൽ ബാക്കി എന്തായിരിക്കും? 180 70 പോയത്. ബാക്കി എത്ര കൂടെ വേണം 180 ആവാൻ? 110 കൂടെ വേണം. അപ്പൊ ഇവിടെ 110 ഡിഗ്രിയാണ് വരിക. മറ്റൊരു എളുപ്പ വഴിയും കൂടി ഉണ്ട് ബാക്കിയുള്ള ആംഗിളുകൾ കണ്ടെത്താൻ. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? ഒരു നേരെയുള്ള വരനുള്ള കൂടെ വേറൊരു നേരെയുള്ള വര കടന്നു പോയപ്പോൾ അതിലുള്ള എതിർക്കോണുകൾ, ഓപ്പോസിറ്റ് ആംഗിൾസ് ഒന്ന് നോക്കിയേ. ഈ 70ന്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിളാണ് ഇവിടെ ഉള്ള 70 അല്ലേ. ഈ 2 വരകൾക്കിടെയുള്ള ആംഗിളാണ് ഇവിടെ ഉള്ളത്. അത് നേരെ ഓപ്പോസിറ്റുള്ള ആംഗിളാണ് ഇവിടെ. ഓപ്പോസിറ്റ് എതിരെന്ന് വെച്ചാൽ എന്താ? വിലങ്ങനെ അപ്പുറത്തുള്ളത്. ഈ 70ന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഈ 110ന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഉള്ളത്. വിലങ്ങനെ അപ്പുറത്തുള്ളത്. ഓപ്പോസിറ്റ്, എതിർക്കോണ്. എതിർക്കോണിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഈ 70ന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇവിടെ എന്താണ്? 70 തന്നെയാണ്. അതുപോലെ ഈ 110ന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇവിടെ 110 തന്നെയാണ്. എതിർക്കോണുകൾ, ഓപ്പോസിറ്റ് ആംഗിൾസിന് എന്താ പ്രത്യേകത? തുല്യാണ്, ഈക്വൽ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിനും കൂടെ നമുക്ക് ഉത്തരം ഒന്ന് കണ്ടെത്തി നോക്കാം. നോക്കിക്കോ, ഒരു നേരെയുള്ള വെള്ള വര, അതിനുള്ള കൂടെ മറ്റ് 2 വരകൾ കടന്നു പോയിട്ടുണ്ട്. 2 മഞ്ഞ വരകൾ ഈ വെള്ള വരനുള്ളിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരു നേരെയുള്ള വരനുള്ളിൽ കൂടെ മറ്റ് 2 നേരെയുള്ള വരകൾ കടന്നുപോയി അല്ലേ. അതിൽ അപ്പൊ എത്ര ആംഗിളുകൾ ഉണ്ടായി? ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായി. അതുപോലെ തന്നെ ഇവിടെയൊക്കെ ആംഗിൾസ് ഉണ്ടായി അല്ലേ. ഈ ബാക്കിയുള്ള ആംഗിളുകൾ നമ്മൾ കണ്ടെത്തണം. അതിൽ ഇവിടെ ഉള്ളത് 60 ഡിഗ്രി ആണെന്നും ഇവിടെ ഉള്ളത് 40 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആംഗിളുകൾ നമ്മൾ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തുക? നോക്കിക്കോ, നേരെയുള്ളവർ എന്താണ്? ആകെ 180 ഡിഗ്രിയാന്ന് നമുക്കറിയാം. അതിൽ തന്നെ ഇത് മുതൽ ഇതുവരെ 40, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത്രയും തന്നിട്ടില്ല. അതേപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് 60 ഡിഗ്രി അല്ലേ. അപ്പൊ ഇനി 180 എത്ര കൂടെ വേണം? ഇവിടെ 60, ഇവിടെ 40. അപ്പൊ നടുവിൽ എന്താ വരിക? 60ഉം 40ന്റെ കൂടെ എത്ര വന്നാലാണ് 180 ആവുക? 60ഉം 40ഉം കൂട്ടിയാൽ എത്രയും? 100. 100ന്റെ കൂടെ എത്ര വന്നാലാണ് 180 ആവുക? 180 100 കുറച്ചാൽ 80 എന്ന് കിട്ടും. ഇവിടെ വേണ്ടത് എന്താ? 80 ഡിഗ്രിയാണ്. 60ഉം 80ഉം 40ഉം കൂട്ടിയാലാണ് ആകെ 180 ഡിഗ്രി ആവുക. ഒരു നേരെയുള്ള വരയുടെ ആകെ ആംഗിൾ 180 ഡിഗ്രിയാണെന്ന് ഓർത്ത് വെക്കുക. ഇനി ബാക്കിയുള്ള ആംഗിളുകളൊക്കെ നമ്മൾ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തുക? ഇതേ വഴിയിലൂടെ കണ്ടെത്താം.
അല്ലാതെ ഒരു എളുപ്പമായി നാശ നേരത്തെ പറഞ്ഞത് എന്താണ്? എതിർക്കോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾസ് നോക്കുക അല്ലെ. എതിർക്കോണുകൾ തുല്യാണ്, ഈക്വൽ ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പൊ ഇവിടെ ഉള്ളത് 60 ഡിഗ്രി ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആംഗിളാണ് ഇവിടെ ഉള്ളത് അല്ലെ. വിലങ്ങനെ അപ്പുറത്തുള്ളത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ ആംഗിൾ എന്തായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് സെയിം ആണ്. അതുപോലെ ഈ 40ന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ അല്ലെ. വിലങ്ങനെ അപ്പുറത്തുള്ളത് നേരെ എതിരെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ 40ന്റെ നേരെ എതിരായിട്ടുള്ള ഇവിടുത്തെ കോൺ എന്തായിരിക്കും? ഇവിടുത്തെ ആംഗിൾ എന്തായിരിക്കും? ഇവിടെ 40 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 80ന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ഇവിടെ ഉള്ള ആംഗിൾ എത്രയെന്ന് നിങ്ങൾ കണ്ടെത്തുക. ഇതിന് ഉത്തരം കണ്ടെത്തിയിട്ട് നമ്മൾ കമന്റ് ബോക്സിൽ ഓപ്പൺ ആണെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ ഈ പാഠം ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കണം എന്നുള്ളവർ ലൈവ് ക്ലാസ് കാണാൻ വേണ്ടി മറക്കണ്ട, ലൈവ് കാണുക. അതുപോലെ ഇതിന് തൊട്ടുമ്പത്തെ വീഡിയോ നമ്മൾ എന്താണ് ലീനിയർ പെയർ, എന്താണ് രേഖീയ ജോഡി എന്ന് പഠിച്ചിരുന്നു, അത് ആരും മിസ്സാക്കാതെ കാണാം കേട്ടോ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.